കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ രാഹുൽ പൊളിച്ചടുക്കുന്നുണ്ട്. മനോഹർ നിഷ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പ്രകാശന് ചെന്നിട്ട് കിരണിനെയും കല്യാണിയും വെല്ലുവിളിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഭാനുമതി അമ്മ ഭയങ്കര സന്തോഷത്തില. ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ സൗഭാഗ്യമൊക്കെ കിട്ടിയില്ല തനിക്കും തന്റെ മകനും. അധികം വൈകാതെ തന്നെ തന്റെ കൊച്ചുമോനും ജയിലിൽ നിന്ന് ഇറങ്ങും. ആ ഒരു സന്തോഷത്തിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഭാനുമതി അമ്മ നേരെ കമ്പനിയിലേക്ക് ചെല്ലുവാണ്. കാർത്തിക ഭാനുമതിക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു, കമ്പനിയുടെ മേൽനോട്ടം. അതായത് ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ നല്ല രീതിയിലാണോ, രുചിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒരു മേൽനോട്ടം വഹിക്കണം. അങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഭാനുമതി അമ്മ കിട്ടിയ അവസരം മുതലാക്കുവാണ്. അവിടെ താൻ വലിയ അധികാരിയാണ്, വലിയ മുതലാളി എന്നുള്ള രീതിയിലായിരുന്നു ഭാനുമതി അമ്മ. കാരണം മുതലാളിയെക്കാളും വലിയ തൊഴിലാളി, അങ്ങനെ ഒരു രീതിയായിരുന്നു ഭാനുമതി അമ്മ കാണിച്ചത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, നല്ല വൃത്തിക്ക് ചെയ്യണം. പറഞ്ഞു കേട്ടല്ലോ, എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ, ശമ്പളം മേടിച്ച അതിൻ്റെതായ ജോലി ചെയ്യണം. അല്ലാതെ ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല ശമ്പളം തരുന്നേ. പിന്നെ ചെയ്യുന്നതൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അച്ചാറ് ഞാൻ മോന്തയ്ക്കെറിയെന്ന് പറയണം. ചെയ്യുന്ന ഇരിപ്പ് കണ്ടില്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കുകയാണ്. ഈ സമയമാണ് കാർത്തിയെ അങ്ങോട്ട് വരുന്നത് കണ്ട്. കാർത്തിനെ കണ്ടത് ഭാനുമതിയും പറഞ്ഞു, കേട്ടോ മോളെ, ഇത് കണ്ടോ, ഈ വിറ്റകളൊക്കെ വെറുതെ ജോലിക്കാന്നും പറഞ്ഞ് വരും, എന്നിട്ട് വെറുതെ വന്ന് കുത്തിയിരുന്നിട്ട് വൈകുന്നേരം ശമ്പളവും മേടിച്ചുകൊണ്ട് പോകും. ഇനി എന്തെങ്കിലും ഒരു ഇത് അച്ചാറിന് അതിന് ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മോൾ എന്നെയല്ലേ കുറ്റപ്പെടുത്തോളൂ, കാരണം ഞാനല്ലേ ഇതിനെല്ലാം മേൽനോട്ടം വയ്ക്കുന്നത്. ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു, എനിക്കറിയാം മുത്തശ്ശി നല്ല രീതിയിൽ തന്നെ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകുന്ന എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരൂ പോലും ചെയ്യാത്തതെന്ന് പറയാണ്. ഭാനുമതിയമ്മേനൊന്ന് പുകഴ്ത്തി വിടുക. പക്ഷെ ഉള്ളി വേറൊന്നായിരുന്നു. ഇവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുന്ന സമയം വരുന്നുള്ളൂ, ആ സമയത്ത് താൻ കൃത്യമായിട്ട് പണി കൊടുക്കും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു കാർത്തികയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയം ഭാനുമതി അമ്മ അങ്ങോട്ട് പൊങ്ങി. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ക്രെഡിറ്റ് ആണല്ലോ. പക്ഷെ ഈ സമയം കാർത്തിക മനസ്സിൽ പറയുന്നത് വേറെന്നാ. നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ അമ്മൂമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാർത്തിക മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് രാഹുല് പുറത്തു പോവാണ്. അങ്ങനെ രാഹുല് പുറത്തു പോയി കഴിയുമ്പോഴാണ് ശിവദാസനെ കാണുന്നത്. ശിവദാസൻ എന്ന് പറഞ്ഞാൽ നിഷയുടെ അച്ഛൻ. അപ്പം മനോഹർ നിഷയാണെയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ശിവദാസനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ രാഹുലിന്റെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം മനോഹർ ശിവദാസനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വേറെ എന്തോ ഒരു കാരണമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒന്നും കാണാതെ അവനിങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ശിവദാസനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ചോദിച്ചു, അല്ല, നിങ്ങളുടെ മോളുടെ കല്യാണം അമേരിക്കക്കാരനായിട്ടാന്നല്ലേ പറഞ്ഞേ, അവന്റെ പേരെന്താന്ന് പറഞ്ഞേ? അവന്റെ പേര് റോണി എന്നാണ് പറയാണ്. അല്ല, നിങ്ങൾ അവനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കുകയൊക്കെ ചെയ്തോ? അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് രാവിലെ എന്ന് പറയാണ്. ഈ സമയം അയാളുടെ ഉള്ളിൽ ചിന്തയുണ്ട്, ഇയാൾക്ക് വട്ടാന്ന് ഇയാളുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇളകിയിട്ട് ചോദിക്കുന്നതാണോ? ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക രാഹുല്. പിന്നീട് ചോദിച്ചു, അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വല്ല ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിലില്ല, ഞാൻ നോക്കട്ടെ, എൻ്റെ മോളുടെ ചിലപ്പോൾ DP അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നോക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതെ, ഇതാന്ന് പറയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ ഫോട്ടോയെ കാണുന്നത്. രാഹുലിന് സത്യം മനസ്സിലായി. അവൻ പേടിച്ച് വേറെ ഒന്നും കണ്ടല്ല, നിഷേനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇവനാണ്. അങ്ങനെ തന്നെ വരട്ടെ, വെറുതെ അല്ല. അല്ല, ഇയാളെ വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കണേ. ഞാൻ കണ്ടിട്ടില്ല എന്ന് രാഹുൽ പറയാ. രാഹുലിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, തന്റെ മകളുടെ ഭർത്താവിനെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൻ അങ്ങനെയെങ്കിലും തന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ചിന്തയായിരുന്നു രാഹുലിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രകാശം നേരെ കിരണിനെയും കല്യാണിനെയും കാണാനായിട്ട് വരുവാണ്. അങ്ങനെ കിരണിനെയും കല്യാണിനെയും കാണാൻ വന്നപ്പോഴത്തേനും പ്രകാശം ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു. നീയൊക്കെ എന്താടി വിചാരിച്ചേ? എന്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമായിരുന്നോ? എന്നാ കേട്ടോ, നാളെ എന്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കല്യാണി കിരണിനെ ഒന്ന് നോക്കി. പിന്നെ നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും, അവനെ ഇറക്കാൻ പറ്റില്ല, എൻ്റെ ഈ പൈസയൊന്നും ഇല്ലാന്ന്. പക്ഷെ അവന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കാനായിട്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഇപ്പോൾ ആളുണ്ടേ. ഞാനിപ്പോൾ ഒരു കോടീശനാടിന്ന് പറയാം. എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അതിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അങ്ങോട്ട് കണ്ണയിലേക്ക് വെക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? എൻ്റെ മകൻ നല്ല രാജകീയ പ്രൗഢിയോട് കൂടി നിന്റെ മുന്നിൽ വന്ന് ഇറങ്ങൂടി. നീ കണ്ടോ, നീ ഒരു കള്ളനായിട്ട് മുദ്ര കുത്തി അവനെ അകത്ത് കയറ്റിയതല്ലേ, അവൻ നാളെ തന്നെ ഇറങ്ങും. നിനക്കതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇറങ്ങോടെ ഇറങ്ങട്ടെ, അതിലിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ എത്ര ഇറങ്ങിയെന്ന് പറഞ്ഞാലും അവൻ നന്നാൻ പോകുന്നില്ല.
എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ അവനല്ലേ, അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, വീണ്ടും അവൻ അകത്ത് തന്നെ കിടക്കുമെന്ന് പറയണം. ഇനി ഇതല്ല, ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കി അവൻ കയറുമെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതൊക്കെ വെറുതെ നിന്റെ ധാരണ മാത്രമാടി. ഇനി അവനെ കോടീശനാവാൻ പോവാ, നീ കണ്ടോ, നിന്നെക്കാളും വലിയൊരു കോടീശനാവും അവന്. ഞാൻ പറഞ്ഞില്ല അവൻ രാജകുമാരനെ പോലെ വളർത്തുന്ന, ഇനി അവൻ രാജകുമാരനാവാൻ പോവാന്ന് പറയണം. ഇത് കേട്ട കിരൺ പറഞ്ഞു, നിങ്ങൾ രാജകുമാരനോ എന്ത് വേണമല്ലോ അയക്കൂ, അവൻ ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിക്രം ജയിലിൽ നിന്ന് ഇറക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവൻ എന്താണെങ്കിലും ഇത്ര നാൾ അകത്ത് കിടന്നല്ലോ. അത് മാത്രമല്ല, ഇതിന്റെ വിധി വന്നു കഴിയുമ്പം എന്താണെന്ന് അറിയത്തില്ല, അവൻ മിക്കവാറും അകത്തേക്ക് തന്നെ പോകുമെന്ന് പറയാം. അത് കേട്ടും പ്രകാശം പറഞ്ഞു, അതൊക്കെ വെറും നിന്റെ തോന്നല കിരണേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിനക്കൊക്കെ മാത്രമേ പണമുള്ളെന്ന്, പക്ഷെ എന്നെ സഹായിക്കാനും ഉണ്ട് ഈ ആൾക്കാരൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോവാ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, എന്തോ എവിടെയോ ഒരു കോൾ ഒത്തിട്ടുണ്ട്. കിരൺ പറഞ്ഞു, ശരിയാ, അല്ലെങ്കിൽ അയാൾ ഇത്രമാത്രം വന്ന് വെല്ലുവിളിക്കത്തില്ല. പിന്നെ ആ വിക്രം എന്ന് പറയുന്ന ദുഷ്ടൻ, അവൻ ഇറങ്ങട്ടെ, അവൻ ഇറങ്ങിക്കാകുമ്പോൾ അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്. എൻ്റെ സോണീനെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ നോക്കിയതാ, അവൻ ഇനിയും വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവനെ കിട്ടാനുള്ള ദൈവം കൊടുത്തോളൂ എന്ന് പറയാം. കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കല്യാണി, നമ്മൾ കൊടുക്കേണ്ട കൃത്യസമയത്ത് തന്നെ നമ്മൾ കൊടുക്കണം. അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനിങ്ങോട്ട് ഇറങ്ങി വരട്ടെ എന്ന് പറയാം, അവനോട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന രാഹുൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. രാഹുൽ വീട്ടിലേക്ക് വന്നപ്പോൾ മനോഹർ സരുവിൻ്റെ അടുത്തിരിക്കുക കൊഞ്ചിക്കുഴഞ്ഞിങ്ങനെ ഇരിക്കുവാണ്, സരുവിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ രാഹുലിനെ കണ്ട് സരുവിൻ്റെ മുഖം കൂടി മാറി. അപ്പം രാഹുലിന് മനസ്സിലായി സരുവിനെ തന്നെ കാണുന്ന തന്നെ ഇപ്പം ദേഷ്യമാണ്. അച്ഛനും മുഴുപ്രാന്താന്നുള്ള രീതിയിലാണല്ലോ അവളിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇങ്ങനെ മനോഹറിനോട് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സരു പറഞ്ഞു, എന്താ അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ എന്താണല്ലോ ഇവിടെ വെച്ച് അങ്ങോട്ട് പറഞ്ഞോളാൻ പറയാണ്. അത് ഇവനോട് മാത്രം എനിക്ക് പറയാനുള്ളതെന്ന് പറയാം. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, അത് മോളു തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ, മോളൊരു കാര്യം ചെയ്യുക, മുകളിലേക്ക് കയറിപ്പൊക്കോ, ഞാൻ അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ എന്ന് പറയണം. മനസ്സോടെ സരു അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം രാഹുൽ പതുക്കെ മനോഹറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് നിനക്ക് ശിവദാസമേനോനെ അറിയാവുന്ന ചോദിക്കാം. ശിവദാസമേനോനോ, അതാരാ? ഓ, അയാളുടെ പേര് പറഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും, അയാളുടെ മകളുടെ പേര് അറിയായിരിക്കും, ഒരു നിഷേനെ അറിയാവുന്ന ചോദിക്കാം. പെട്ടെന്ന് ഒരു നിമിഷം മനോഹറിലൊരു ഞെട്ടലുണ്ടായി. നിഷ, ആ അറിയാം, എന്താ കാര്യം എന്താ? അല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിഷേനെ നീ വിവാഹം കഴിക്കാൻ പോകുന്നില്ലേന്ന് ചോദിക്കുക. ഈ ശിവദാസമേനോൻ ആരാന്നറിയാവോ? അതെന്റെ ഫ്രണ്ടാ, അന്നിവിടെ വന്നില്ലേ. പിന്നെ നിഷേനെ നീ വിവാഹം കഴിക്കാൻ പോകുന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. ഇത് കേട്ട മനോഹറിലൊരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, ഇങ്ങേരെ അറിഞ്ഞോ? ഇനി ഇത് ഇങ്ങേരെ സരുവിനോട് എങ്ങാനും പറഞ്ഞു കൊടുക്കോ, തന്റെ വിവാഹം മുടങ്ങോ, അങ്ങനൊരു ചിന്തയൊക്കെ പെട്ടെന്നുണ്ടായി. ഈ സമയം രാഹുൽ പറഞ്ഞു, എന്നാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നടാ നിന്നെ. 30 ദേവതകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ 30 ഭാര്യഗണങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ട് പോലില്ല. പക്ഷെ ഇപ്പൊ ഞാനിത് നേരിട്ട് കാണുവാന്ന് പറയണം. ഇത് കേട്ടതും മനോഹർ ആണോ? അതെ, അതൊക്കെ എന്റെ കഴിവ്, അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അമ്മായിച്ച. കൂടുതൽ കളിച്ചാണ്ടല്ലോ ഞാൻ ആ താരാഗണത്തിന്റെ കാര്യം കൂടെ പറയും, മനസ്സിലായല്ലോ എന്ന് പറയണം. ദേവഗണത്തിനേക്കാളും വലുതാ താരാഗണം എന്ന് പറയണം. അതേടാ, നീ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ കാര്യം ആരോടും പറയാത്തേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നീ അങ്ങനെ ആ പെണ്ണിനെ കെട്ടി പോവുകയാണെങ്കിൽ എൻ്റെ മോള് രക്ഷപ്പെടൂലോ, എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. നീ എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തന്നാൽ മതി എന്ന് പറയാം. നീ ആരെ വെള്ളം കെട്ടിക്കോ, ആരുടെ കൂടെ വെള്ളം പോയി പുറത്തോ, എന്നാലും ഒരു കുഴപ്പമില്ല, എൻ്റെ മോളെ അങ്ങ് വെറുതെ വിട്ടാൽ മതി. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാലോ. ഇത്രയും നാളും ആകെപ്പാടെ തീരുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നീ ഇവിടെ ഒരു ശല്യം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ മോളും രക്ഷപ്പെട്ടു, ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് സരിയോ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. സരിയോ കേട്ടു അച്ഛൻ മനോഹറിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം, ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ. ഇത് കേട്ടോണ്ട് ആകെപ്പാടെ കട്ട കലിപ്പിൽ ഇങ്ങോട്ട് വന്ന് രാഹുലിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുവാണ് സരിയോ. ഇത് കേട്ടപ്പം ഇത് സരുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ മനോഹറിന് ഞെട്ടുണ്ടായി. ദൈവമേ, ഇനിയിപ്പോൾ അച്ഛൻ പറയുന്നത് എന്തായാലും ഇവള് കേട്ടോ, തങ്ങൾ നമ്മളുടെ സംസാരം കേട്ടോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.